കാര്യവിചാരം 78. നേട്ടങ്ങളും കോട്ടങ്ങളും. നമ്മുടെ ജീവിതത്താളുകൾ പിറകോട്ട് മറിച്ചു നോക്കിയാൽ അതിൽ നേട്ടങ്ങളും കോട്ടങ്ങളും കാണാൻ സാധിക്കും. ഇവ രണ്ടും ഒരു ത്രാസിൻ്റെ രണ്ട് തട്ടിലുമിട്ട് തൂക്കി നോക്കിയാൽ മിക്കവർക്കും രണ്ടാമത്തെ തട്ടായിരിക്കും താഴ്ന്നിരിക്കുക. അതായത് കോട്ടങ്ങളായിരിക്കും നമുക്കൊക്കെ ജീവിതത്തിൽ കൂടുതലായി ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നഷ്ടങ്ങളിൽ അടിപതറാതെ അക്ഷോഭ്യനായി മുന്നോട്ട് നീങ്ങുന്നവനാണ് വിജയം കൈവരിക്കുക എന്നതാണ് ലോകതത്വം. അതാണ് ആവശ്യം, അതാണ് പ്രധാനം. ബാല്യകാലത്തിൽ നിഷ്കളങ്കരാണ് നമ്മളൊക്കെ. നന്മതിന്മകളും സുഖദുഃഖങ്ങളും പൂർണ്ണമായി തിരിച്ചറിയാതെയാണ് ജീവിതം അന്ന്. കൗമാരമാകുമ്പോൾ ആശകൾക്ക് പൂവിടുന്നു, പ്രതീക്ഷകൾ കെട്ടിപ്പടുക്കുന്നു, മനോകാമനകൾ ആകാശം മുട്ട ഉയർന്നു പറക്കുന്നു. കൗമാരത്തിൽ ഒരു പ്രേമഭാവനയെങ്കിലും ഉദിക്കാത്ത ഒരാളും ഈ ലോകത്തിലില്ല. എല്ലാം നിസ്സാരം എന്ന ചിന്തയാണ് കൗമാരക്കാരന്. എന്നാൽ യൗവനാരംഭത്തിൽ നമ്മൾ ആശകൾ നിർവഹിക്കപ്പെടുന്നതിന് അടിത്തറ പാകുന്നു. പിന്നീട് അതിനായി പ്ലാൻ തയ്യാറാക്കുന്നു. മധ്യയൗവനത്തിൽ നമ്മുടെ ആഗ്രഹപൂർത്തീകരണത്തിനായി കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങുന്നു. ലഭ്യമായ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഓരോ വ്യക്തിക്കും വിഭിന്നമായിരിക്കുമല്ലോ. അതനുസരിച്ചായിരിക്കും പ്രയത്നത്തിൻ്റെ ഫലവും ലഭിക്കുക. ഉദാഹരണത്തിന്, ഒരാൾ രാഷ്ട്രീയത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുകയും അതിൽ നിന്ന് നേട്ടം കൈവരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവോ അല്ലെങ്കിൽ വൻപിച്ച ശമ്പളം വാങ്ങുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനോ ധാരാളം ലാഭമുണ്ടാക്കുന്ന ഒരു വ്യവസായിയോ ഒക്കെ ആയിരിക്കാം. മേൽപ്പറഞ്ഞവരൊക്കെ അല്ലെങ്കിൽ ചിലരെങ്കിലും യൗവനാന്ത്യം ആകുമ്പോഴേക്ക് വൻപിച്ച നേട്ടങ്ങൾക്കുടമയായിരിക്കും ആയിത്തീർന്നിരിക്കും. യൗവനാന്ത്യത്തിൽ അതിന് കഴിഞ്ഞില്ലെങ്കിൽ മധ്യവയസ്സിലെങ്കിലും നേട്ടങ്ങൾ ലഭ്യമാക്കിയിരിക്കും. എങ്കിലും മറക്കേണ്ട, ചുരുക്കം ചിലർ വാർദ്ധക്യത്തിലെത്തിയായിരിക്കും നേട്ടങ്ങളുടെ കൊടിമുടി കയറുക. മേൽപ്പറഞ്ഞതൊക്കെ ആദ്യം മുതൽ ജീവിത നേട്ടങ്ങൾക്കായി ആസൂത്രണം ചെയ്ത് അതിനായി കഠിനാധ്വാനം ചെയ്യുന്നവരുടെ കാര്യമാണ്. അവർ ആർജവത് ബോധത്തോടുകൂടി ലക്ഷ്യത്തിനായി അധ്വാനിക്കുന്നു. അവരുടെ PMA ലെവൽ വളരെ ഉന്നതമാണ്. PMA എന്നാൽ പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. ചുരുക്കി പറഞ്ഞാൽ, ഉയർന്ന PMA ലെവൽ ഉള്ളവരാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത്. ഐൻസ്റ്റീനും ഏബ്രഹാം ലിങ്കനും മാർക്ക് സുക്കർബർഗും സ്റ്റീവ് ജോബ്സും ഒക്കെ ഇക്കൂട്ടത്തിൽ പെടുന്നവരാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൗവനാന്ത്യത്തിലും മധ്യവയസ്സിലും ഒരു നല്ല നിലയിലെത്താൻ സാധിക്കാത്ത ചിലരുണ്ട്. അവരുടെ സാഹചര്യങ്ങളുടെ അപര്യാപ്തതയായിരുന്നേക്കാം അതിന് കാരണമായത്. എന്നാൽ പിന്നീട് അവർ ഓടിക്കയറുന്നു. ഒരു ഓട്ട മത്സരത്തിൻ്റെ അവസാന ലാപ്പിൽ മത്സരാർത്ഥി ഓട്ടത്തിൻ്റെ വേഗം വർദ്ധിപ്പിക്കുന്നത് പോലെയാണത്. ഈ ചെറു പ്രഭാഷണത്തിലൂടെ ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം മറ്റൊന്നുമല്ല. എനി മിനിറ്റ് ഇൻ ലൈഫ് ഈസ് ഗെയിം എന്ന് മാത്രമാണ്. ഒരിക്കലും തളർന്നിരുന്നു പോകരുത്. നേട്ടങ്ങളും കോട്ടങ്ങളും താൽക്കാലികം മാത്രമാണ് എന്നറിയണം. സൂര്യപ്രകാശത്തിലേക്ക് നോക്കിക്കൊള്ളൂ, എന്നാൽ നിഴൽ നിങ്ങളുടെ പിറകിൽ വന്നുകൊള്ളും എന്നൊരു ചൊല്ലുണ്ട്.